कुञ्जविहारी जय राधा माधव जय कुञ्ज विहारी जय यशोदनन्दन व्रजनरञ्जन यशोदनन्दन व्रजनरञ्जन यमुनानिरवनचारी जय जय गोपी जनवल्लभा जय गिरिवरधारी राधा माधव जय कुञ्ज विहारी जय राधा माधव जय कुञ्ज विहारी हरे कृष्ण 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 हरे 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 राम 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 ഹരി ഹരി 21 ശ്ലോകം വരെ നമ്മൾ തീർത്തു അല്ലേ? അവിടെ 21ാമത്തെ ശ്ലോകത്തില് നമ്മളെ പല സമ്പ്രദായങ്ങളെ കുറിച്ച് നമ്മള് ഫോളോ ചെയ്തു പോകേണ്ട ഏതെല്ലാം സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്താലാണ് നമുക്ക് പൂർണ്ണതയിൽ എത്താൻ കഴിയുന്നത്, അഥവാ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെ 4 സമ്പ്രദായങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പരമപുരുഷൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ മറ്റാരാണ് പരമപുരുഷൻ എന്ന പേരിന് അർഹനായിട്ടുള്ളത് എന്നും ഈ ആ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു ശ്ലോകം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഭഗവാനിൽ നിന്നാണ് സർവ്വതും വരുന്നതെന്നും ഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ളതെന്നും നമ്മൾ പഠിച്ചു. അതേത് ശ്ലോകമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. ഏത് ശ്ലോകമാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പറഞ്ഞാട്ട് മതി. ഹരേ കൃഷ്ണ. മറന്നുപോയി. ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ജയന്തി യുഗേ യുഗേ. ഇപ്പോഴും നമ്മുടെ പരിഭാഷാ സ്തോത്രമാണത്. ഏത് സമയത്ത് ചോദിച്ചാലും നമ്മൾ അത് പറയാൻ തയ്യാറായിരിക്കണം. കാരണം ഭാഗവതം പറയുന്ന ഈ ശ്ലോകം വേണം നമ്മൾക്ക്. മറ്റുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു തരുമ്പോൾ ഇപ്പൊ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, എന്താണ് ഭഗവാനൊന്നുമല്ല, ഭഗവാൻ വെറും ഒരു ഗുരുവാണ്, അങ്ങനെയൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയാതെ അതോ മനസ്സിലാക്കിയിട്ടും എന്റെ പേര് ഉയർന്നു നിൽക്കട്ടെ എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ശ്ലോകം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാനെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ മറ്റാരും അല്ല എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിലാണ് നമ്മൾ നിന്നത്. അത് കഴിഞ്ഞിട്ട് 22ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ പറഞ്ഞു, നമ്മള് പല സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞു. ലക്ഷ്മി ആയാലും ബ്രഹ്മാവായാലും ശിവനായാലും ഇവരാരും തന്നെ ഭഗവാനോളം ഭഗവാനോളം എത്തുകയില്ലാത്ത അത്രയും പ്രാധാന്യമുള്ളവരല്ല എന്ന് വെച്ചാൽ അവരെല്ലാം നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലാണ്. പക്ഷേ അവരൊന്നും ഭഗവാന് തുല്യരായിട്ട് കാണരുത് എന്ന് 2ാമത്തെ അപരാധങ്ങളിൽ നിന്ന് നമ്മളെ പഠിച്ചു അല്ലെ? അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 22ാമത്തെ ശ്ലോകം വായിക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. ഗുരുദേവ് കീ ജയ്, പ്രഭുപാദ കീ ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കീ ജയ്. യത്രാനുരക്താ സഹസൈവ ധീരാം വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം പ്രജന്തി തത് പരമഹംസ്യമന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ. യത്രാനുരക്താ സഹസൈവ ധീരാം വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം പ്രജന്തി തത് പരമഹംസ്യമന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ട്. യത്രാനുരക്താഹ സഹസൈവ ധീര. സഹസ പ്ലസ് ഏവ പ്ലസ്
ധീര സഹസൈവ ധീര വ്യപോഹ്യ ദേഹാദിഷു വ്യപോഹ്യ ദേഹാദിഷു സംഘം ഊഢം അതിന് ചേർത്ത് സംഘമൂഢം വ്രജന്തി തത് പരമഹംസ്യം അന്ത്യം യസ്മിൻ അഹിംസ ഉപശമ സ്വധർമ്മ. എത്ര എന്ന് വെച്ചാൽ ആരോടാണോ എന്നാണ് പറയുന്നത്. അനുരക്താഹ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അവരിൽ അനുരക്തരായിരിക്കുന്നത്, ഏറ്റവും ഇഷ്ടമായിരിക്കുന്നത്. എത്ര അനുരക്താഹ സഹസ ഏവ. സഹസ എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള വാക്ക് തന്നെയാണ്, വളരെ പെട്ടെന്ന്. ഏവ തീർച്ചയായും. ധീരന്മാർ എന്ന് വെച്ചാൽ ധീരരാരാണ്? നമ്മുടെ ആത്മനിയന്ത്രണമുള്ളവരെ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ വിചാരങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ളവരെയാണ് ധീരന്മാരെന്ന് പറയുന്നത്. വ്യപോഹ്യ പരിത്യജിക്കുന്നു, വേണ്ടെന്ന് വെക്കുന്നു. ദേഹ എന്തിനൊക്കെയാണ്? നമ്മുടെ ഈ കാണുന്ന സ്ഥൂല ശരീരത്തെയും അതുപോലെ സൂക്ഷ്മമായ മനസ്സിനെയും അതാണ് ദേഹസ്ഥൂല എന്നതുകൊണ്ട് ദേഹ എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് സ്ഥൂല ശരീരവും സൂക്ഷ്മമായ മനസ്സും. ആദിഷു ദേഹ ആദിഷു എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട സംഘം ഊഢം. സംഘം എന്ന് വെച്ചാൽ സംസർഗത്തിൽ വരിക, ഊഢം അത് കൈക്കൊള്ളുക. വ്രജന്തി എന്ന് പറഞ്ഞാൽ പോകുക. തത് പരമഹംസ്യമന്ത്യം. തത് എന്ന് പറഞ്ഞാൽ അത്, പരമഹംസ്യം എന്ന് വെച്ചാൽ പരമപരിപൂർണമായ അവസ്ഥ, അതിനപ്പുറത്തൊന്നില്ലാത്ത പരമമായിട്ടുള്ള അവസ്ഥ. അന്ത്യം അതിന് ഉപരിയായി. യസ്മിൻ ഏതിൽ. അഹിംസ അതെല്ലാവർക്കും അറിയാം. ഉപശമിക്കുക എന്ന് വെച്ചാൽ പരിത്യാഗം ചെയ്യുക. സ്വധർമ്മ സ്വന്തം ധർമ്മ സ്വധർമ്മം. എത്ര അനുരക്ത സഹസൈവ ധീരാം വ്യപോഹ്യ ദേഹാദിഷു സംഘമൂഢം വ്രജന്തി തത് പരമഹംസ്യമന്ത്യം യസ്മിന്നഹിംസോപശമ സ്വധർമ്മ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ ശ്ലോകം 22. യത്രാനുരക്താ സഹദൈവ ധീര വ്യാപോഹ്യ ദേഹാദിഷു സംഘമൂഢം പ്രജന്തി തത്പരഹംസ്യമന്ത്യം യസ്മിന്നഹിംസോ പശമസ്വധർമ്മ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മള് ഈ ശ്ലോകത്തിൽ എന്താണ് വിവർത്തനം? ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ഭഗവാനുമായുള്ള ബന്ധം ദൃഢീകൃതമായ ആത്മനിയന്ത്രണമുള്ള ധീരന്മാർ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനുമായുള്ള ബന്ധം ദൃഢീകൃതമായ ആത്മനിയന്ത്രണമുള്ള ധീരന്മാർ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഭൗതിക ബന്ധനങ്ങളും അതായത് സ്ഥൂലമായ ശരീരവും സൂക്ഷ്മമായ മനസ്സും ഉൾപ്പെടെയുള്ള എല്ലാം ഉപേക്ഷിച്ച് അക്രമരാഹിത്യത്തിനും ആത്മപരിത്യാഗത്തിനും വളരെ പ്രാധാന്യമുള്ള സന്യാസ ജീവിതക്രമത്തിന്റെ പരമപരിപൂർണതയ്ക്കായി തൽക്ഷണം ഗമിക്കുന്നു. അപ്പം അതിൽ ഭഗവാനുമായിട്ട് വളരെ ബന്ധപ്പെട്ടവർ, ആത്മനിയന്ത്രണമുള്ള ധീരന്മാർ ഈ ഭൗതിക ബന്ധങ്ങൾക്കൊന്നും അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് പേര് നമ്മൾക്ക് അത്രമാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വൃന്ദാവനത്തിലെ ഗോസ്വാമിമാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ആ ഒരു ഗോസ്വാമിമാരെ എത്ര വലിയ ഉന്നത സ്ഥാനത്തിരുന്ന എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും അതുപോലെ ഫൈനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിട്ടിരുന്ന ആൾക്കാരാണ്. അവരെത്രമാത്രം ഒന്നുമില്ലാതെ ഒറ്റ തോർത്തും കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാം ഉപേക്ഷിച്ചു. അപ്പം അവർ ഓരോരുത്തരും ആ ആത്മനിയന്ത്രണത്തിൽ പെട്ടിട്ട് അപ്പം പരമപുരുഷനുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ സർവ്വതും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരവരുടെ വഴിക്ക് വന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ തന്നെ അവരെ കുറിച്ച് നമ്മൾ ജീവഗോസ്വാമി, സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി അവരെല്ലാവരെ കുറിച്ചും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ പിന്നെയും ശ്യാമാനന്ദ പണ്ഡിറ്റ്, ദുഃഖി കൃഷ്ണദാസ് എന്ന് പറയും ശ്യാമാനന്ദൻ, അതുപോലെ ശ്രീനിവാസാചാര്യനെ കുറിച്ച് കേട്ട് കാണും നിങ്ങൾ. നരോത്തമദാസ
താക്കൂറിനെ കുറിച്ച് കേട്ട് കാണും. അതുപോലെ ഓരോരുത്തരും എന്താണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ വരുന്നത്. അപ്പൊ ഇവർ ഓരോരുത്തരും അവനവന് എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്നവരാണ്. തങ്ങളുടെ സർവ്വവും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഭഗവാനുമായിട്ടുള്ള ബന്ധം വേണം എന്നുള്ള രീതിയിൽ അവര് മുന്നോട്ട് വന്നത് എന്ന് നമുക്കറിയാം. അപ്പം ശമാനന്ദൻ അല്ലെങ്കിൽ ദുഃഖി കൃഷ്ണദാസ് എന്ന് പറയുന്ന ഹൃദയ ചൈതന്യം മഹാരാജന്റെ ആരായിരുന്നു? ശിഷ്യനായിരുന്നു. അതുപോലെ ശ്രീനിവാസാചാര്യരെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഗോപാലഭട്ട ഗോസ്വാമിയാണ് അദ്ദേഹത്തിന് ശിഷ്യത്വം കൊടുത്തത്. നരോത്തമദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ലോകനാഥ ഗോസ്വാമിയുടെ ശിഷ്യനായിരുന്നു. അപ്പം ആദ്യമായിട്ട് വൃന്ദാവനത്തിലേക്ക് അയക്കുന്നത് ഇവരെ സനാതന ഗോസ്വാമി വരെ അയക്കുന്നതിന് മുമ്പ് തന്നെ ലോകനാഥ ഗോസ്വാമിയെ അയച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രമാത്രം പ്രാധാന്യമുള്ളവരെല്ലാം എന്ന് വെച്ചാൽ ഇവരാരും ഒരു സാധാരണ ലെവലിലുള്ളവരായിരുന്നില്ല. പക്ഷേ സർവ്വതും ഉപേക്ഷിക്കാൻ അവര് തയ്യാറായി. അങ്ങനെ ഭഗവാനെ കിട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ശുഷ്കമായ ദാർശനിക വീക്ഷണങ്ങൾ മനസ്സിന്റെ ചപലമായ അഥവാ കൗശലമേറിയ ഇന്ദ്രിയാസ്വാദനമാകും. നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പോഴും നമ്മൾക്ക് ഇന്ദ്രിയാസ്വാദനത്തിലാണ് നമുക്ക് പ്രാധാന്യം. അപ്പൊ ഇന്ദ്രിയാസ്വാദനത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ഇത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഭഗവാനോട് അടുക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്കൊരു ഭയമുണ്ട്. ഭഗവാനോട് അടുത്ത് കഴിഞ്ഞാൽ എല്ലാം പോകുമോ, എല്ലാം നഷ്ടമാകുമോ, അതിൻ്റെ കൂടെ അങ്ങനെയുള്ള അബദ്ധങ്ങളും പലരും പറഞ്ഞു വരുത്തുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതി ഇവരാരും അങ്ങനെ ഭയന്നില്ല. അവരൊക്കെ എന്താണ് ചെയ്തത്? അവരുടെ എന്തു നഷ്ടപ്പെട്ടാലും എനിക്ക് ഭഗവാനെ മതി എന്നുള്ള ഒരു ചിന്തയിൽ എന്തായാലും നമ്മൾ ഇതെല്ലാം വിട്ടുപോകണം. ഈ കാണുന്നതെല്ലാം നമ്മൾ വിട്ടുപോയേ പറ്റുകയുള്ളൂ എന്നുള്ളത് ഭക്തര്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ എല്ലാം ഉപേക്ഷിച്ചാലും ശരി ഡിറ്റാച്ച്ഡ് ആകാൻ നോക്കും. പക്ഷെ അവിടെയും ചില കുഴപ്പങ്ങളുണ്ട്. ഒരുപാട് അങ്ങ് ഡിറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വളർന്നിട്ടില്ല എങ്കിൽ എന്തു പറ്റും? ആ ഡിറ്റാച്ച്ഡ് ആയി പോയല്ലോ എന്ന ചിന്ത ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ്, നമ്മുടെ മനസ്സിനെ കൂടി വളർത്തിയെടുത്തിട്ടില്ല എങ്കിൽ ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പോലും നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു വരില്ല. പലരും നമ്മളെ ഉപദേശിക്കാൻ വരും, അങ്ങനെ അരുത് ഇങ്ങനെ അരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു കൊളുത്ത ഒരു അഗ്നിയുടെ ഒരു സ്ഫുലിംഗമായി അല്പം വീണാൽ മതി, നമ്മൾ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കാനും കാരണമായി തരും. അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകാൻ നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതുപോലെ ശ്രവണ കീർത്തനങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ ആകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ശ്രവണ കീർത്തനങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം നമുക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് നിയന്ത്രണത്താൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ഒന്നുകിൽ ഡിറ്റാച്ച്ഡ് ആയവർ ചിലപ്പം വിട്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർ വെറുക്കുന്നതും കണ്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഉള്ളതുപോലെ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം ദൃഢീഭവിപ്പിച്ചെങ്കിൽ മാത്രമേ, അതെങ്ങനെയാണ്? ശ്രവണ കീർത്തനാദികളിൽ കൂടി നമ്മൾ അതിനെ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം ഒരാത്മാവ് മറ്റൊരാത്മാവ് പറയുന്നത് ചിലപ്പോൾ സ്വീകരിക്കാം, ചിലപ്പോൾ അതിനെ നിരസിക്കുകയും ചെയ്യാം. അപ്പം ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാര് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ അറ്റാച്ച്ഡ് ആയി മാറും, അട്രാക്റ്റഡ് ആയിട്ട് മാറും. അപ്പം നെഗറ്റീവ്സിനെ എന്ത് ചെയ്യും? അവര് വേണ്ടെന്ന് വെക്കും. നെഗറ്റീവ്സിന് യാതൊരു പ്രാധാന്യവും ആര് കൊടുക്കില്ല? ഭക്തന്മാര് കൊടുക്കില്ല. ആ യഥാർത്ഥ ഭക്തനാകാതെ ഭക്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാര് എന്ത് ചെയ്യും? എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങും. ആ ചാഞ്ചാട്ടമാണ് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നത്? ചിലപ്പം ഭക്തിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് പോലും കാരണമായി ഭവിക്കുന്നത്. കാരണം പലത് കേൾക്കുകയാണ്, ഒരുപാട് കേൾക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഏതൊരു ക്ഷേത്രത്തിലും എന്തുകൊണ്ട് ആ ഒരു സപ്താഹം നടക്കുന്നുണ്ട്. അപ്പൊ പല ആചാര്യന്മാരും അവരുടെ ഉദ്ദേശമനുസരിച്ച്, അവരുടെ ഇതനുസരിച്ചിട്ട് പല രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ അത് കേട്ടുകൊണ്ട് അയ്യോ അത് ശരിയാണോ എന്നുള്ള ഒരു മാർഗം, എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. അപ്പൊ അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ നമ്മളെ കുഴങ്ങുകയും ചെയ്യും.
അങ്ങനെയാണ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നത്. കാരണം ഒരുപാട് കേട്ട് കഴിയുമ്പോൾ പല വിധത്തിലുള്ളവരിൽ നിന്ന് പല രീതി, അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മൾ 4 സ്കൂൾസ് ഉണ്ട്. ആ 4 സ്കൂൾസ് എന്ന് വെച്ചാൽ ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ 4 ഉണ്ട്. അവരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും നമ്മൾ കേൾക്കാൻ പോകരുതേ എന്ന് പറയാൻ കാരണം. അപ്പൊ അങ്ങനെയുള്ള സ്വാധീനം വരും. ആത്മനിയന്ത്രണം ഇല്ലാതെ വരികയും ചെയ്യും. കേൾക്കുന്നത് നമ്മൾ എന്താണ് പോയത്, സപ്താഹം കേട്ടകാനാണ് പോയത്. അവിടെ ചെന്നപ്പോഴോ കൃഷ്ണനെ കുറിച്ച് മനോഹരമായി വർണ്ണിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് വികാരം കൊള്ളുകയും ചെയ്യും. അത്രമാത്രം മനോഹരമായിട്ടാണ് കൃഷ്ണനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് അപ്പൊ അവര് കൊണ്ട് എവിടെങ്കിലും ഒരു കൊളുത്തിടുന്നത് കേട്ടിട്ട് നമ്മുടെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങും. അതാണ് അതുകൊണ്ടുള്ള ഒരു എന്താണ് പ്രയോജനമില്ലായ്മ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇന്ദ്രിയാസ്വാദനം നമ്മെ കൂരിരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ആവശ്യത്തിന് വേണം, ആവശ്യത്തിനപ്പുറത്തുള്ള ഇന്ദ്രിയാസ്വാദനം. ആത്മനിയന്ത്രണം നമ്മെ ബദ്ധജീവിതത്തിൽ നിന്ന് മോക്ഷമാർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നമ്മൾ കരുതണം. ആത്മനിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ബദ്ധജീവിതത്തിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പരിത്രാണ, ശ്രീലപ്രഭുപാദരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ആ പരിത്രാണ പാതയിലേക്ക് വരണം. പരിത്രാണ പാതയിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ കൂടുതൽ അതേക്കുറിച്ച് ചിന്തിക്കുകയും, കേൾക്കുന്നത് രൂഢമൂലമായിട്ട് കേൾക്കണം, വളരെ മനസ്സിരുത്തി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇന്നത് ശരിയാണോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. കേൾക്കുന്നവർക്കൊന്നും അറിയില്ല. കാരണം പലത് കേൾക്കുന്നു, ഏതാ ശരി എന്താ തെറ്റ് ഇതൊന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കേൾക്കുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറയ്ക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകണം എന്നുള്ളതാണ്. ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടല്ല നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിനെ എന്തായാലും നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ ഒരു നിമിഷം പോലും ഇരിക്കാനാകില്ല എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ജനകൻ മുതലായ വളരെ വലിയ പ്രശസ്തരായ രാജാക്കന്മാർ പോലും അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവർ ചെയ്തിരുന്നു. അല്ലാതെ ഒരിടത്ത് കുത്തിയിരുന്ന് അവരെന്ത് ചെയ്യായിരുന്നില്ല. സന്യാസത്തിൽ എത്തത്തക്ക മനസ്സിലെത്തിയവർക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നു, നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ആത്മനിയന്ത്രണം ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങളെ ആസ്വാദനത്തെ മൊത്തമായി മാറ്റി നിർത്തണമെന്നില്ല. മൊത്തമായി മാറ്റി നിർത്താൻ നമുക്കൊട്ട് കഴിയുകയുമില്ല. പരമപുരുഷനിൽ സുദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം. അപ്പം കാരണം കുറച്ചൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാതെ കഴിയില്ല. നമ്മൾ ഭൗതികതയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഭൗതിക വസ്തുക്കൾ എടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ആ 2-3 രീതിയിലുള്ള എന്താണ് വസ്തുക്കളെ വേണ്ടെന്ന് നേരെ വെച്ചിട്ട് ഒരു വസ്തു പോലും നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് നമ്മളത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, അല്ലെ? പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് കിട്ടുന്നോ അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് അത് ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അങ്ങനെ പഠിച്ചത്? എന്താണ്? 2 വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതാണോ മാതാജി? എന്തോ മാതാജി? ഫൽഗുവൈരാഗ്യം. കൃഷ്ണസേവനത്തിന് അനുയോജ്യമായ വസ്തുക്കൾ ഭൗതികമാണെന്ന ചിന്തയാൽ അവയെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന്, ആ ആത്മപുരോഗതിക്ക് അതെതിരായേക്കും എന്ന് കരുതി അവയൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് കുറച്ചു നാളൊക്കെ നമുക്ക് നടക്കാമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ വെറുക്കും. അതുകൊണ്ട് ആ ഫൽഗുവൈരാഗ്യത്തിലേക്ക് പോകരുതേ. ഈ ഭൗതികതയിലുള്ള വസ്തു അല്ലാതെ നമുക്ക് വേറെ ഇങ്ങനെ ഒന്നും എറിഞ്ഞു തരില്ല. നമ്മളെ ദ്രൗപദിയെ പോലെ വല്ലതും അത്ര സുഹൃതം ചെയ്തവരല്ല നമുക്ക് അക്ഷയപാത്രം ഒന്നും കിട്ടാനായിട്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭൗതികതയിലുള്ള വസ്തുക്കളെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് ഭൗതികമാണെന്ന് കരുതി അതൊന്നും വേണ്ട എന്നുള്ള ചിന്തിച്ചിട്ട് എനിക്ക് ആധ്യാത്മ പുരോഗതി മതി എന്നും പറഞ്ഞിരിക്കുന്നു. കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു ഇതായിട്ട് നമുക്ക് തോന്നുകയും അതിൽ നിന്നങ്ങ് ഡിറ്റാച്ച്ഡ് ആയി പോവുകയും ചെയ്യുമെന്ന്. അത് പക്ഷേ അടുത്ത വൈരാഗ്യം എന്തായിരുന്നു മാതാജി? ഹരേ കൃഷ്ണ. യുക്തവൈരാഗ്യം. എന്താണ് യുക്തവൈരാഗ്യം? പ്രപഞ്ചത്തിലുള്ള ഭഗവാന്റെ വിസ്തരണമാണ്. ആവശ്യങ്ങൾക്ക് ഭഗവാന് വേണ്ടി
ഈ പ്രപഞ്ചത്തിലുള്ള ഭഗവാൻ കാര്യം ഭഗവാനാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ അംശങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ശക്തികളും അല്ലെ. അപ്പൊ അത് ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയാ. യുക്ത വൈരാഗ്യം ഉച്യതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ യുക്ത വൈരാഗ്യമാണ് നമുക്ക്, കാരണം എല്ലാം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്കുള്ളതാണ്. അല്ല, ഭഗവാൻ ഒന്നും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ പ്രസാദം തന്നെ ഭഗവാൻ കൊണ്ട് വെക്കുന്നു എന്നും പ്രസാദം വെക്കുമ്പോൾ അതിൽ നിന്ന് കുറഞ്ഞു എന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മളത് പലരും അത് വെക്കാതെ വരും അല്ലെ. അപ്പൊ ആ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യണം, എന്തും ഭഗവാന് സമർപ്പിക്കാതെ മനസ്സാണ് നമ്മൾ അതിൽ കൂടി അവിടെ സമർപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ വിഷ്ണുർമായാം വിഷ്ണുശ്ചാദീന എന്ന് പറയും. നമ്മള് വിഷ്ണുവിന്റെ ഇഷ്ടത്തിന് അത് സമർപ്പിക്കുന്നു, അത് ഭഗവാൻ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ഒന്നും ഭഗവാൻ എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പം ആ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആയുർഹരതി വൈപുംസ ഉദ്യന്നസ്തം ജയന്നസു തസ്യർത്ഥേ ക്ഷീണോനീത ഉത്തമ ശ്ലോക വാർത്തയ. അപ്പൊ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഇങ്ങനെ അതിലൂടെ നമ്മുടെ എല്ലാ ഓരോ ദിവസവും നമ്മളിപ്പം നേരം വെളുത്തു വന്നു അല്ലെ. അപ്പൊ നമ്മള് സൂര്യൻ ഉദിച്ചു എന്നും പറഞ്ഞ് ഓരോരുത്തരും എഴുന്നേക്കാൻ തുടങ്ങും. അപ്പൊ ആ സൂര്യൻ ഉദയാസ്തമങ്ങളിലൂടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആയുസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സൂര്യൻ നസ്തം എന്ന് പറഞ്ഞ ആയുർഹരതി വൈപുംസ സൂര്യൻ നസ്തം ജയന്നസൗ. അത് നമ്മൾ അറിയുന്നില്ല. ഓരോ ദിവസവും രാത്രിയും വൈകുകയും ചെയ്യുന്നുണ്ട്. ആ ഉദയാസ്തമയങ്ങളുടെ എല്ലാവരുടെയും ആയുസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഭഗവാന്റെ ആ ഒരു സർവശ്രേഷ്ഠനായ ഭഗവാന്റെ ലീലാതത്വങ്ങൾ ചർച്ച ചെയ്യാൻ സമയം വിനിയോഗിക്കുന്നവന്റെ ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം കാരണം എന്ന് പറയാൻ കാരണം എന്താണ്? അവരും ഇരിക്കുന്നില്ലേ. അപ്പൊ ഭഗവാന്റെ ലീലാശ്രവണങ്ങളൊക്കെ കേൾക്കുന്നവരും പോകുന്നുണ്ട്. പക്ഷേ എന്താ അതിന്റെ ഗുണം? തസ്യർത്ഥേ ക്ഷീണോനീത ഉത്തമ ശ്ലോക വാർത്തയ. ഉത്തമ ശ്ലോക വാർത്തകൾ കേൾക്കുന്നവർക്ക് അവരെന്താണ്? അവർക്ക് അവരുടെ ആയുസ് പോകും, അവരുടെയും മരിക്കും, മറ്റവരും മരിക്കും, എല്ലാം സൈമാണ്. അപ്പൊ പക്ഷേ ആയുർഹരതി വൈപുംസ, അപ്പൊ അത് എതിരായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ വായിക്കുന്ന ഓരോന്നും നമ്മുടെ കൂടെ ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. മറ്റവരെന്ത് ചെയ്താലും അവരുടെ അത് അതോടുകൂടി അവസാനിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. നമ്മളിപ്പം 4 മണിക്ക് വന്ന് ജപത്തിന് കയറുന്നു, അല്ലെ അത് വായിക്കുന്നു, ഇത് വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഡെപ്പോസിറ്റ് ആണ്. അതെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. അതാണ് ആയുർഹരതി വൈപുംസ ഉദ്യന്നസ്തം ജയന്നസൗ തസ്യർത്ഥേ ക്ഷീണോനീത ഉത്തമ ശ്ലോക വാർത്തയ. ആ ഉത്തമ ശ്ലോക വാർത്തയ എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള. അത് കേട്ടുകൊണ്ട് അതിൽ നമ്മൾ മുഴുകുന്നവർക്ക്, അതിൽ മുഴുകാൻ കഴിയുന്നവർക്ക് അത് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഭഗവാന് നമ്മൾ ഇതിനെ ഒന്നും അങ്ങ് വേണ്ട വേണ്ട, നേതി 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 നേതി, നമ്മൾ വേദങ്ങളിൽ പറയുന്നത് എന്താണ്? നേതി നേതി നേതി. അപ്പൊ എല്ലാം വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ട് നേതി നേതി എടുത്തു പോയാൽ നമുക്ക് എന്താണ്? നമുക്ക് ജീവിതം ഒന്നും നേടാനാകുന്ന. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം മധ്യത്തിൽ ഭഗവാൻ ഉണ്ടാകണം. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം മധ്യത്തിൽ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ മധ്യത്തിൽ ഭഗവാനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. സുദൃഢമായ ബന്ധം സ്ഥാപിച്ചിരിക്കണം. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ വ്യാപൃതമാക്കാൻ നമുക്ക് കഴിയും. ഒരു രാജാവായ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ, ഒരു രാജാവായിട്ട് പോലും വളരെ നല്ല രീതിയിൽ ഭരിച്ചിരുന്നിട്ട് പോലും അദ്ദേഹം എങ്ങനെയാണ് എന്ത് ചെയ്തു എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകാദശിയെ കുറിച്ചും ആരാണത്? ഏകാദശി നോക്കാൻ പോയപ്പോഴേ വളരെയധികം ഇതുമൊക്കെ ഉണ്ടായി. എന്തുണ്ടായി? വളരെ പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്. ആരായിരുന്നു അത്? അംബരീഷ് മഹാരാജ്. അംബരീഷ് മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. സവൈമന കൃഷ്ണപദാരവിന്ദയോർവചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ
കരൗ ഹരേർമന്ദിരമാർച്ചനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കതോദയേ മുകുന്ദലിംഗാല ദർശനേ ദൃശൗ തത്പ്രത്യഗാത്ര സ്പർശേംഗ സംഗമം പ്രാണം ച സത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാരസനം തദർപ്പിതേ. അപ്പൊ അങ്ങനെ ആ ഓരോ കാര്യങ്ങളും ഓരോന്നും നിങ്ങൾക്ക് അറിയാവുന്ന ശ്ലോകമായിരിക്കും ഇത്. മനസ്സിനെ കൃഷ്ണനിൽ പദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് സമയ മനകൃഷ്ണ പദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, വാക്കുകളെല്ലാം വൈകുണ്ഠന്റെ ഗുണത്തിനായിട്ട് എടുത്തുകൊണ്ട് ഗുണാനുവർണ്ണനെ. കരങ്ങളോ കരവും മന്ദിര മാർജനാദിഷു, നമ്മളെ പൂജാമുറി വൃത്തിയാക്കുന്നതിൽ നമ്മുടെ കരങ്ങൾ മുഴുകാൻ തയ്യാറാകണം. പിന്നെയോ കരൗ ഹരേർ മന്ദിര മാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കതോദേ, ഇനി കേൾവിയോ കാതുകളോ എന്തിനു വേണം? ചകാര അച്യുത സത്കതോദേ, കേൾക്കുന്നതിന് വേണം. പിന്നോ നമ്മുടെ കണ്ണുകളോ മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും, പിന്നെ ആ ഗാത്രമോ തത്പ്രത്യഗാത്ര സ്പർശേംഗ സംഗമം, അവിടുത്തെ ശുദ്ധഭക്തന്മാരെ കാണുമ്പോൾ അവിടുത്തെ പ്രണമിക്കാനായിട്ട് ഉപയോഗിക്കണം. ക്രാണം ചതത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാരസനാന്തദർപ്പിതേ. പിന്നെയുണ്ട് അപ്പൊ നമ്മുടെ മൂക്ക് എന്താണ്? ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ച തുളസി ദളങ്ങൾ മണക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന. അപ്പം അത്രമാത്രം എത്രയോ മഹാനായ ചക്രവർത്തി അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതുപോലെ നമ്മൾ പഠിച്ചു എന്താണ്? മനസോ വൃത്തയോനസ്യു കൃഷ്ണപാദാംബുജാശ്രയം വാജോഭിധായി നീർനാമ്ന പ്രഹുണാദിഷു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ നമ്മൾ ചെയ്യാൻ എന്ന് വെച്ചാൽ ഇതുപോലെ സാധിക്കുമെന്നല്ല, നമ്മൾക്ക് പറ്റുന്നത്ര നമ്മൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ശ്രീല പ്രഭുപാദർ ഇവിടെ പറഞ്ഞിരിക്കുന്നു, മായയുടെ സേവനത്തിന് പകരം നമ്മൾ കൃഷ്ണനെ തന്നെ സേവിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? സുദൃഢമായ ബന്ധം ഭഗവാനുമായി സ്ഥാപിക്കണം. പിന്നെ യഥോചിതമായ കർമ്മങ്ങളിൽ നമ്മൾ മുഴുകണം. പരിപൂരിതമായ ഇന്ദ്രിയങ്ങൾ സദാ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ വ്യാപൃതമാക്കണം. ഇങ്ങനെയാകുന്നതിനെയാണ് ഭക്തിയോഗമെന്ന് പറയുന്നതെന്ന് വിശേഷിപ്പിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശാരീരിക ബന്ധനങ്ങളെയും ഭഗവത് സേവനത്തിനായി ഉപേക്ഷിക്കാനും കഴിവുള്ളവരാണ് ഒരു ഭഗവത് ഭക്തർ എന്ന് പറയുന്നത്. അവര് പരമഹംസാവസ്ഥയിൽ എത്തുന്നു. പരമഹംസാവസ്ഥയിൽ എത്തുമ്പോഴേക്കും എന്താണ്? ആ ഹംസാവതാരത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലെ? ഭഗവാൻ ഹംസാവതാരം എടുത്തു. ഹംസത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? പാലും വെള്ളവും ചേർത്ത് വെച്ചാൽ എന്താണ്? പാല് മൊത്തം കുടിക്കും, വെള്ളം അവിടെ ഇരിക്കും എന്നുള്ളത്. പരമഹംസാവസ്ഥയിലെത്തുന്നു. അങ്ങനെ പരമഹംസരെന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് അഹന്തമില്ലായ്മയോ അതെങ്കിൽ അങ്ങനെ അഹന്ത ഉണ്ടായിരിക്കത്തില്ല. അഹിംസയിൽ അവർ വിശ്വസിക്കും. അതുപോലെ അവരുടെ സ്വപ്നങ്ങളെല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആരാധന, ഭക്തി, ആത്മാർത്ഥത, സദ്ഗുണം ഇതെല്ലാം അവരിൽ വിളങ്ങും. അവരെ അഭ്യസൂയ ഇല്ലായ്മ, ഇങ്ങനെയുള്ള അവര് പെരുമാറുന്നതിനെയാണ് അഭ്യസൂയ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണോ ഹംസം ഈ ഭൗതികതയിലെല്ലാം നമ്മൾ പെരുമാറുന്നു, ഭൗതികമായിട്ടും നമ്മൾ എപ്പോഴും പെരുമാറുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും തയ്യാറാകണം, ഹംസം എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതുപോലെ വേണം നമ്മൾ നിലകൊള്ളാൻ. എന്തുകൊണ്ട്? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമുക്ക് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല. അത് കേട്ടെന്നിരിക്കും. പക്ഷെ കേൾക്കാതിരിക്കാൻ, കേട്ടില്ല എന്ന് നടിക്കാൻ ശ്രമിക്കുക. പക്ഷെ എന്നുകൊണ്ടും അവിടെ നല്ലതേതോ അതിനെ നേടിയെടുക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാകണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ആത്മാർത്ഥതയും അഹന്തയില്ലായ്മയും അഹിംസയും സഹനവും ലാളിത്യവും ആദരണീയതയും ആരാധനയും ഭക്തിയും എന്ന് വേണ്ട ഇതെല്ലാം നമ്മളിൽ ആത്മാർത്ഥതയും എല്ലാം നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് പോകാൻ കഴിയൂ. എന്നുവെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇത് കഴിയുന്നതല്ല. അസൂയാരഹിതരായി ആത്മസമർപ്പണം ചെയ്യാൻ നമ്മൾക്ക് എന്തെങ്കിലും കഴിയുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഓരോ ജീവാത്മാവിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് കൃഷ്ണഭക്ത നിഷ്കാമ അതേവ ശാന്ത ഭുക്തിമുക്തി കാമ സകലിത അശാന്ത എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കൃഷ്ണഭക്തൻ എന്ന് പറയുന്ന നിഷ്കാമിയാണ്. അവന് സമാധാനം കാക്ഷിക്കുന്നവനാണ് എപ്പോഴും കൃഷ്ണഭക്തൻ. പക്ഷേ മറ്റുള്ളവരോ സകലി അശാന്ത. എന്താണ്? ഭൗതികതയിൽ നമ്മൾ മുഴുകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവർക്കെല്ലാം അശാന്തരാണോ എന്നിപ്പോ ചോദിക്കും. അപ്പൊ അല്ല, അവർക്ക് കുറെ സമയത്തേക്ക് അവർക്ക് നല്ല ഉന്നതിയായിരിക്കാം അവർക്ക് വരുന്നത്. ഫലേച്ഛാകർമ്മങ്ങള്, ഭൗതികാസ്വാദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ മുഴുകും. ഫലേച്ഛാകർമ്മത്തിൽ മുഴുകുന്നവരെന്താണ് ഗ്രഹിക്കുക? അവരാഗ്രഹിക്കുന്നത് ഭൗതികാസ്വാദനമാണ്.
ഫലേച്ഛാകർമ്മികൾ ആസ്വദിക്കുന്നത് ഭൗതികാസ്വാദനമാണ്. ജ്ഞാനികൾ എന്താഗ്രഹിക്കുന്നു? അത് നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാ. ജ്ഞാനികൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊരു ജ്ഞാനിയാണെന്ന് വിചാരിച്ചോളൂ, എന്തായിരിക്കും നിങ്ങളുടെ ആഗ്രഹം? നമ്മളിതെല്ലാം പഠിച്ചതാണ്. ജ്ഞാനികളുടെ ആഗ്രഹം എന്താണ്? മോക്ഷം കിട്ടുക, മോക്ഷം കിട്ടുക, ഇല്ലേ? മോക്ഷത്തിന് വേണ്ടിയാണ് ജ്ഞാനി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മോക്ഷം കിട്ടുക. അതുപോലെ യോഗി എന്താണ് ആഗ്രഹിക്കുന്നത്? ഭൗതികമായ കൂടുതൽ കൂടുതൽ ഐശ്വര്യത്തിലേക്ക്, അല്ലെ? 8 രീതിയിൽ അവരെ എന്ത് ചെയ്യുന്നു? കൂടുതൽ കൂടുതൽ തങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഭൗതിക ഐശ്വര്യത്തിലേക്ക് കാംക്ഷിക്കുന്നു. ഭൗതികമായ ഐശ്വര്യം അവരും കാംക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമാധാനമില്ലാത്തവരാണ് അവരെന്ന് പറയുന്നു. അപ്പൊ ജ്ഞാനിയായാലും ഫലേച്ഛാകർമ്മി ആണെങ്കിലും യോഗിയാണെങ്കിലും അവരെല്ലാം ഓരോ വിധത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തും. നമുക്കും ഉണ്ട് ആഗ്രഹം, അല്ലെ? നമ്മളുടെ ആഗ്രഹത്തെ നമ്മുടെ ഭഗവാന്റെ ആഗ്രഹമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ പരമഹംസരെ കുറിച്ച് പറഞ്ഞ പരമഹംസാവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? നമ്മളെ ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയല്ല, അതിന്റെ ഉപയോഗം മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നമുക്ക് കുറേശ്ശെ വസ്തുക്കളെല്ലാം ആവശ്യമാണ്, അതിനാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഭഗവാൻ തന്നത് നമുക്ക് ഉപയോഗിക്കാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുക. കനിഷ്ഠാധികാരിയുണ്ട്, മധ്യമാധികാരിയുണ്ട്, ഉത്തമാധികാരിയുണ്ട്, നമുക്കറിയാവുന്നതാണ് ഇതിനെക്കുറിച്ചെല്ലാം. അപ്പം ആ ഒരു പല രീതിയിൽ 3 തരം ആൾക്കാരുണ്ട്. ഭുക്തികാമി, മുക്തികാമി, സിദ്ധികാമി എന്ന് പറയും. ഭുക്തികാമി എന്ന് പറയുമ്പോഴേ അവരെന്താണ് ചെയ്യുന്നത്? ധനം കൊണ്ട് ഉണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കാനായിട്ട് അവരെ ശ്രമിക്കും. ധനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ ഭുക്തികാമിയാണ്. മുക്തികാമിയോ? ഒരു വ്യക്തി മതിഭ്രമത്തിലാകുമ്പോൾ ഊഹാപോഹങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അപഗ്രഥനത്തിലൂടെ ഇപ്പം പറഞ്ഞതുപോലെ ഹംസത്തിനെ പോലെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാത്രം ഉപയോഗിക്കാൻ അവർ ശ്രമിക്കും. ഇനി സിദ്ധികാമിയാണെങ്കിലോ യോഗത്തിൽ കൂടി ഗംഭീരനായി തീരാൻ, വളരെയധികം പേര് കേൾക്കാനും അപ്പം യോഗത്തിന്റെ ഗംഭീര ശക്തി കാംക്ഷിക്കുന്നവരാണ് അവര്. അപ്പൊ അവരെ സ്വാതന്ത്ര്യവും മോഹവും ഒക്കെ വെച്ചുകൊണ്ട് പ്രശസ്തിയിലേക്ക് പോകാൻ ശ്രമിക്കും. അങ്ങനെ ഭുക്തിമുക്തി സിദ്ധികാമി എന്ന് പറയും. ആൾക്കാർ 3 തരത്തിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞു. പലതരം ആൾക്കാരുണ്ട്, എന്നെ സമീപിക്കുന്നവരെന്നൊക്കെ ശ്ലോകം പഠിച്ചു, അല്ലെ? ജ്ഞാനീരപരദർശഭ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് അവിടെ. അതുപോലെ ഇവിടെ നമ്മുടെ ആൾക്കാര് ഭുക്തിമുക്തി സിദ്ധികാമികളുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് എന്താണോ ഇതെന്ന് തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവരുടെ ഈ പഠനത്തിൽ നമുക്ക് കഴിയും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഫലേച്ഛാകർമ്മികളായാൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഭൗതികാസ്വാദനത്തിൽ മുങ്ങിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരുപാട് കാര്യങ്ങൾ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് പരിത്യാഗം, എങ്ങനെയാണ് ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുക, പൂർണ്ണമായ ആശ്രിതാവസ്ഥയെ പരിപൂർണമായും അഭയം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ പരിത്യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ആത്മപരിത്യാഗം എന്നത് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായ ഒരുവന്റെ ആശ്രിതാവസ്ഥയെ പറ്റിയിരിക്കുകയും ഭഗവത് കൃപയെ പൂർണ്ണമായും ആശ്രയിക്കുകയുമാകുന്നു എന്നും ശ്രീല പ്രഭുപാദർ ഒരുപാട് കാര്യങ്ങൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അഹം ഹി പൃഷ്ടോര്യമണോ ഭവത്പിർ ആചക്ഷാത്മാവഗമോത്രയാവൻ നഭപതന്ത്യാത്മസമം പദതൃണ തഥാ സമം വിഷ്ണുഗതിം വിഭശ്ചിതാം. അഹം ഹൃപൃഷ്ടോര്യമണോ ഭവത്പിർ ആചക്ഷാത്മാവഗമോത്രയാവൻ നഭപതന്ത്യാത്മസമം പദതൃണ തഥാ സമം വിഷ്ണുഗതിം വിഭശ്ചിതാം. അഹം ഹി പൃഷ്ടോര്യമണോ ഭവത്പിർ. അഹം ഹി എന്ന് പറഞ്ഞാല് അഹം എന്ന് വെച്ചാൽ ഞാൻ, ഹി തീർച്ചയായും പൃഷ്ടോര്യമണോഭവത്പിർ. പൃഷ്ട എന്ന് പറഞ്ഞാൽ അങ്ങയാൽ ആരായപ്പെട്ടു, ചോദിച്ചു, അങ്ങനോട് ചോദിച്ചു. അര്യമണ എന്ന് പറയുന്ന ഇവിടെ സൂര്യനെ പോലെ പ്രശസ്തനായ ശക്തിമത്തായ അര്യമണ ഭവദ്ഭിഹി താങ്കളാൽ ആചക്ഷേ വിശദമാക്കി തന്നാലും
വിശദമാക്കിയാലും ആത്മ അവഗമ എന്റെ അറിവിനെ അഥവാ ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഇതിൽ അത്ര യാവാൻ എന്ന് പറഞ്ഞാല് അതിവിസ്തൃതമായിട്ടുള്ളത്, യാവാൻ അതിവിസ്തൃതമായ വളരെ ദൂരത്തിലുള്ള എന്നുള്ള അർത്ഥത്തിലാണ് യാവാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നഭ എന്ന് വെച്ചാൽ ആകാശം, എല്ലാവർക്കും അറിയാം, മലയാളമാണ്. പതന്തി പറക്കുക, ആത്മസമം അതിന് കഴിയുന്നത്ര രീതിയിൽ, പദതൃണ പക്ഷികൾ, പദതൃണ തഥാസമം, തഥാ എന്ന് പറഞ്ഞാല് അപ്രകാരം, സമം അതുപോലെ, വിഷ്ണുഗതി വിഭസ്ഥിത, വിഷ്ണുഗതി വിഷ്ണുവിനെ കുറിച്ചുള്ള അറിവ്, വിഭസ്ഥിത ജ്ഞാനിയാണെങ്കിൽ പോലും, എല്ലാം അറിയാമെങ്കിൽ പോലും, അഹം ഹൃപൃഷ്ടോര്യമണോഭവത്പർ ആജക്ഷാത്മാവഗമോത്രയാവാൻ നഭപദന്ത്യൽമസമം പദതൃണ തഥാ സമം വിഷ്ണുഗതിം വിഭസ്ഥിത. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. എന്ത് പറ്റി, ആരും ഇല്ലയോ? ഹരേ കൃഷ്ണ. അഹം സി പൃഷ്ടോ ആര്യമണോ ഭവദ്ഭി അജക്ഷേ ആത്മഭഗമോത്രയാവാൻ നഭപതന്ത്യ ആത്മസമം പദതൃണ തഥാ സമം വിഷ്ണുഗതിം വിഭജിതാഃ. ഹരേ കൃഷ്ണ. അഹം പൃഷ്ടോ ആര്യമാണോ ഭവദ്ഭി അചക്ഷേ ആത്മഭഗമോ അത്രയാവാൻ ആത്മാഗമോത്രയാവാൻ ആത്മഭഗമോ അത്രയാവാൻ നഭപതന്ത്യ ആത്മസമം പദതൃണ സമം വിഷ്ണുഗതിം വിഭജിതാഃ. ഹരേ കൃഷ്ണ. വിഭജിത. അപ്പം അഹം ഹി പൃഷ്ടോ അര്യമാണോ ഭവത്പിർ, അഹം ഹി പൃഷ്ടോര്യമണോ ഭവത്പിർ ആചക്ഷാത്മാവഗമോത്രയാവാൻ നഭപതന്ത്യാത്മസമം പദതൃണ തഥാ സമം വിഷ്ണുഗതിം വിഭജിത. അഹം ഹി, അർത്ഥം അഹം എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അതിന്റെ വിവർത്തനം, ആദിത്യനെ പോലെ അതിനിർമ്മലമായ അല്ലയോ ഋഷിശ്രേഷ്ഠരെ. നോക്കെ, ഋഷിമാരെ എങ്ങനെയാണ് അവരെ സംബോധന ചെയ്തിരിക്കുന്നത്. ആദിത്യനെ പോലെ അതിനിർമ്മലമായ അല്ലയോ ഋഷിശ്രേഷ്ഠരെ, എന്റെ അറിവിനനുസരിച്ച് വിഷ്ണുവിന്റെ അതീന്ദ്ര ലീലകളെ കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷികൾ ആകാശത്തിൽ അവയുടെ കഴിവിനനുസരിച്ച് കഴിയുന്നത്ര ഉയരത്തിൽ പറക്കുന്നത് പോലെ ജ്ഞാനികളായ ഭഗവത് ഭക്തർ അവരവരുടെ സാക്ഷാത്കാരം അനുവദിക്കുന്നത് പോലെ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നു. അപ്പൊ ഭഗവത് ലീലകളെ, ഒരുപാട് ലീലകളും ഭഗവത് ഭക്തരുടെ മനസ്സിൽ ഭഗവാൻ കൊണ്ട് കൊടുക്കുന്നതാണ്. പല പല ലീലകളും. കാരണം എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളതല്ല. ഒരുപാട് ലീലകളും ഭഗവാൻ ഭഗവത് ഭക്തരുടെ മനസ്സിലേക്ക് നിറച്ചു കൊടുക്കുന്നവയാണ്. അങ്ങനെയാണ് പല ലീലകളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പല പല ലീലകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം ഒന്നും എന്താണ് നമ്മൾ ഈ ഭാഗവതത്തിൽ നിന്ന് എടുക്കുന്നതല്ല. ഭാഗവതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. 18,000 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവാനെ കുറിച്ച് ജ്ഞാനികളായ ഭഗവത് ഭക്തർ അവരവരുടെ സാക്ഷാത്കാരം അനുവദിക്കുന്നത് പോലെ ഭഗവാനെ കുറിച്ചു. അപ്പൊ നമുക്ക് തോന്നാം അതെല്ലാം വെറുതെ ആണോ എന്ന് തോന്നാം. വെറുതെ അല്ല. ഭഗവാൻ തന്നെ ഭഗവാൻ നമുക്കറിയാം. പലയിടത്തും ഭഗവാൻ തന്നെ വന്നിട്ട് ഭഗവത് ഭക്തന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിൽ തെളിയിച്ചു കൊടുക്കുന്നു എന്ന് നമ്മള് പലയിടത്തും വായിച്ചിട്ടുണ്ട്. അപ്പൊ ജ്ഞാനികളായ ആൾക്കാരെ അവരുടെ സാക്ഷാത്കാരം എങ്ങനെയാണോ അതുപോലെ അവരെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം പരിപൂർണവും നിരപേക്ഷവുമായ പരമസത്യം എന്ന് പറയുന്നത് അനന്തമാകുന്നു. നമ്മൾ ആരാണ്? ഭഗവാനാണ്. നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊന്ന് പറയാമോ? ആർക്ക് പറയാം? നമ്മൾ ആരാണ്? ഭഗവാനാണ്. എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് കിട്ടാൻ കാരണമായി തീരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ട് തരുന്നു ഭഗവാൻ. നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നു, ജ്ഞാനികളായി തീരുമ്പോൾ ഇതെല്ലാം കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള കാരണം എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ.
നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്? ആർക്കും കിട്ടുന്നില്ല? ഹരേ കൃഷ്ണ, നമ്മൾ ജീവാത്മാവും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു. നമ്മൾ ആ ഒരു ആത്മാവാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് കിട്ടുമ്പോൾ നമുക്ക് ശരീരബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നു. അപ്പൊ ആ ഒരു പരമാത്മാവിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശരീരം എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഹരേ കൃഷ്ണ. നമ്മള് പരമാത്മാവിൽ വിലയം പ്രാപിച്ചാൽ മതിയോ മാതാജി? കാരണം നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാത്മാവാണ്, അല്ലേ? പരമാത്മാവാണ് ഭഗവാൻ എന്നും പറഞ്ഞു. അപ്പൊ നമ്മളെ ആത്മാവാകുമ്പോഴേ അതോടൊപ്പം പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങളെ? ഭഗവാന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മള് ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് പറഞ്ഞു തന്നു, അല്ലെ? നമ്മൾ നേരത്തെ ദ്വൈതഭാവവും എന്താണ് നമ്മള് പലതും പഠിച്ചു. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം പഠിച്ചു, രാമാനുജാചാര്യരുടെ സിദ്ധാന്തം പഠിച്ചു, അതുപോലെ പിന്നെ മധ്വാചാര്യരുടെ സിദ്ധാന്തവും പഠിച്ചു. അപ്പൊ ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം, ഈ 3 കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ശേഷമാണ് മഹാപ്രഭു വരുന്നത്. അപ്പൊ മഹാപ്രഭു നമ്മളോട് പറഞ്ഞു, ഒരാൾ പറയുന്നു ദ്വൈതഭാവമാണ്, ഒരാൾ പറയുന്നു മാറ്റമില്ല, എല്ലാം ഒന്നാണെന്ന് പറയുന്നു, അല്ലെ? അപ്പൊ അവിടെ എന്താണ് വ്യത്യാസം എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നു. എന്താണ് പറഞ്ഞു തന്ന വ്യത്യാസം? എന്തായിരുന്നു? ആർക്ക് പറയാം? ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലെ കടൽ വെള്ളവും പോലെ എന്ന് പറഞ്ഞതുപോലെ അല്ലേ? അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഭഗവാൻ എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞ, എല്ലാം പരിപൂർണമായിട്ടെല്ലാം തികഞ്ഞതും എന്താ പറയുന്നത്, കടൽ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൽ നിന്ന് എടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളവും കടൽ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? വ്യത്യാസം, അതെ. അവിടെ എന്താണ് വ്യത്യാസം ഉള്ളത്? കാരണം അതിന്റെ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്. അതുപോലെ നമ്മളിലും എന്താ വ്യത്യാസം ഉള്ളത്? നമ്മളിൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഭഗവാനോളം ആ ഒരു ആഴമില്ല. ആ ക്വാളിറ്റി നമ്മളിൽ ഭഗവാൻ വളരെ 64 ഗുണവിശേഷങ്ങളും പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. നമ്മളോ അതെല്ലാം അല്പാൽപമായി നമ്മളിലുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട്, ഇതെല്ലാം നമ്മൾ കുറേശ്ശെ ഉണ്ട്, പക്ഷേ വളരെ കുറച്ചാണ്, അല്ലെ? അപ്പൊ നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാന്റെ അംശമാണ്, പക്ഷേ വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി നമ്മള് അതുപോലെ ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മള് വളരെ ഗുണങ്ങൾ വളരെ കുറവാണ് നമ്മളിൽ. ആരാണ് മാതാജി എന്തോ പറയാൻ വന്നത്? പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ദാസനാണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ദാസാനുദാസൻ, അല്ലേ? ആ ദാസാനുദാസനാണ് നമ്മള് ഓരോരുത്തരും എന്ന് നമുക്ക് അറിയാം. അപ്പം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി അതാണ്. എന്താണ്? ദാസാനുദാസനാണ് നമ്മളെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? നാഹം വിപ്രോ നരവതിർ നാഹി വൈശ്യോന ശൂദ്രോ. ഞാൻ വിപ്രനുമല്ല, നരവതിയുമല്ല, വൈശ്യനുമല്ല, ശൂദ്രനുമല്ല. നാഹം വർണ്ണീ നജഗ്രഹവതിർ നോ വനസ്തോ എതിർവ. ഇതൊന്നും ഞാനല്ല. പിന്നെ ആരാണ്? കൃത്യൻ എന്താണ്? കിന്തു പ്രോത്യൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാർത്ഥേർ. പിന്നോ ഗോപീപത്രുപാദകമലയോർ ദാസദാസാനുദാസ. അപ്പൊ ഇതൊന്നും എന്നും നമ്മള് ഇത് ചെയ്യേണ്ട കാര്യമാണ്. എന്നും നമ്മൾ ഓർക്കണം. നമ്മൾ എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മൾ ഓർക്കണം, എന്താണ്? ഞാനിപ്പോ എന്റെ ഈ പൊസിഷനിൽ ഞാൻ ഒരു വലിയൊരു ഉദ്യോഗസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം, പക്ഷേ ഞാൻ അതൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് എന്റെ കഷ്ടപ്പെട്ട് കുറച്ച് നേടിയെടുത്തു, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ട്? മുൻജന്മത്തിൽ ഞാൻ അതിന് തക്ക ഗുണങ്ങൾ ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് ഭഗവാൻ അത് തന്നു. നാഹം വിപ്രോ. ഞാൻ വിപ്രനായിട്ടല്ല ജനിച്ചിരിക്കുന്നത്, ഞാൻ വിപ്രനും അല്ല. നീ ബ്രാഹ്മണനാന്നും പറഞ്ഞ് അഹങ്കരിക്കണ്ട. നാഹം വിപ്രോനത നരപതി എന്നും അല്ല. അതൊക്കെ എനിക്ക് തന്നതാണ് ഭഗവാൻ. അപ്പൊ ഞാൻ വൈശ്യനുമല്ല, ശൂദ്രനുമല്ല, ബ്രാഹ്മണനുമല്ല, ഒന്നും അല്ല. ഞാൻ ഇതൊന്നും അല്ല. പക്ഷെ ഞാൻ ആരാണ്? ഇതാണ് കിന്തു പ്രോത്യൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാർത്ഥേർ.
പിന്നെ ഇങ്ങനെ ആരാണ് ഞാന്? ഗോപീ പത്രപാദകമലയോ ദാസദാസാനുദാസ. അത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും നമ്മൾ അത് ഓർക്കുകയും ചെയ്യണം. ഭഗവാൻ അവിടുത്തെ വ്യക്തിശൂന്യ ഭാവത്തിൽ പലരും അദ്ദേഹത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിർവ്യക്തിക ഭാവത്തിൽ സർവവ്യാപിയായ ബ്രഹ്മമായും ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥാനീക ഭാവത്തിൽ നമ്മളെ ഓരോരുത്തരും മാതാജി പറഞ്ഞതുപോലെ ലോക്കലൈസ്ഡ് പരമാത്മാവായി നമ്മളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോ അതുപോലെ ആ ഒരു എല്ലാ ഭാവത്തിലും സർവഭാവങ്ങളോടും കൂടി ഭഗവാന്റെ ആസ്ഥാനമായ ഗോലോക വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ഭാവത്തിൽ നോക്കിയാൽ നമ്മളത് പഠിച്ചു. ബ്രഹ്മം എന്തൊക്കെയാണ് ആ ഭാവം? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഈ 3 ഭാവത്തിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് 3 ഭാവത്തിലും നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു പരമാത്മാവായി നമ്മളിലുണ്ട് എന്ന് കണ്ടുകൊണ്ട് പരമാത്മാവിനെ മാത്രമേ ഞാൻ വിളിക്കൂ എന്ന് കരുതാതെ ഭഗവാന്റെ ആ ഭാവത്തെ കൂടി മനസ്സിലാക്കണം. ഭഗവാൻ ഒരു എന്തുണ്ട്? ഒരു പൂർണ്ണമായ ഒരു ഭാവം, പൂർണ്ണമായ ഒരു രൂപം ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആരെല്ലാം രൂപമില്ല എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും, ഏതെല്ലാം സപ്താഹങ്ങളിൽ കൂടി ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ കേൾക്കാൻ നമ്മൾ തയ്യാറാകാതെ എന്റെ ഉള്ളിൽ ശംഖചക്ര ഗദാധാരിയായിരിക്കുന്ന ഈ പരമാത്മാവ് തന്നെ ആ സർവഭാവങ്ങളോടും കൂടി ആ വീണും കൊണന്തം അരവിന്ദദളായതാക്ഷം പ്രഭാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി ഗമനീയ വിശേഷ ശോഭം. അപ്പൊ ആ ഒരു ഭാവത്തിൽ ഭഗവാൻ എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തുകൊണ്ട് നമ്മുടെ പരമാത്മാവായിട്ടുമുണ്ട്, ബ്രഹ്മമായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു എന്നും അപ്പം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഭഗവാന്റെ ലീലകളെ, എന്തിനാണ് ഭഗവാൻ ഇവിടെ വന്ന് ലീലകളൊക്കെ കാണിച്ചത് എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ ഈ ലീലകളൊക്കെ നമ്മളിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത് ലീലകളെ കുറിച്ച് വർണ്ണിക്കാൻ ഒരു മഹനീയമായ സ്ഥാനം ഭാഗവതത്തിൽ 10ാം സ്കന്ധത്തിൽ നമ്മൾ ഭഗവത് ലീലകളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പം ആ ഒരു വർണ്ണന ഭഗവാൻ അനുവദിച്ചു തന്നിട്ടുള്ള വർണ്ണനാശക്തികളിൽ കൂടി നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. ആ അംശത്തിനെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കുട്ടിക്ക് അവന്റെ അച്ഛൻ ആരാണെന്ന് അറിയുന്നത് പോലെ നമ്മളെ അംശമേരിക്കുന്ന നമ്മളുടേതായ ആ ഉദ്ഭവസ്ഥാനം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദിത്യനെ പോലെ നിർമ്മലരായ ഋഷിശ്രേഷ്ഠരെ എന്റെ കഴിവിനനുസരിച്ച് ഞാൻ വിഷ്ണുവിന്റെ ലീലകളെ കുറിച്ച്, അതീന്ദ്ര ലീലകളെ കുറിച്ച് പറയാം. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പക്ഷികൾ ആകാശത്തിൽ അവയുടെ കഴിവിനനുസരിച്ച് കഴിയുന്നത്ര ഉയരത്തിൽ പറക്കുന്നത് പോലെ ജ്ഞാനികളായ ഭഗവത് ഭക്തർ അവരുടെ സാക്ഷാത്കാരം അനുവദിക്കുന്നത് പോലെ ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും ഭഗവാൻ വിട്ടുകൊടുക്കത്തില്ല. ഭഗവാനെ കുറിച്ച് വ്യക്തമായി 100% അറിയാവുന്നവരാരുമില്ല. അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്ന് 1000 നാളുള്ള അനന്തനെ നിനക്കാകുമോ ഭഗവാനെ വാഴ്ത്താൻ ചോദിക്കുന്നത് പോലെ ഭഗവാനെ കുറിച്ച് വ്യക്തമായി എല്ലാവർക്കും ആർക്കും അറിയില്ല. പക്ഷേ അവനവന്റെ കഴിവിനനുസരിച്ച്, അവനവൻ നേടിയെടുത്തുള്ള ഭക്തിക്കനുസരിച്ച് ഭഗവാൻ ഓരോരുത്തരുടെയും മനസ്സിൽ വിളങ്ങുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് ഏറ്റവും നമ്മൾ ഇനിയും അറിയാൻ പോകുന്ന ശ്ലോകം നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്, പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇനി ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അടുത്ത ശ്ലോകത്തില്. നമ്മൾ ഇതുവരെയും ഭഗവാനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ് 24-25. അപ്പം പരീക്ഷത്തിനുണ്ടായ ആ വിഭ്രമത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഏകദാധനുരുദ്യമ്യ വിചരൻ മൃഗയാം വനേ മൃഗാനനുഗതശ്രാന്ത ശുദ്ധതസ്തൃഷിതോസ്പൃശം ജലാശയമചക്ഷാണ തമാശ്രമം ദദർശ മുനീമാസീനം ശാന്തം മീലിതലോചനം. ഏകദാധനുരുദ്യമ്യ വിചരൻ മൃഗയാം വനേ മൃഗാനനുഗതശ്രാന്ത ശുദ്ധതസ്തൃഷിതോസ്പൃശം ജലാശയമചക്ഷാണ പ്രവിവേശതമാശ്രമം ദദർശ മുനിവാസീനം
ശാന്തം നീലിതലോചനം. ഇപ്പം ഏകത ഒരു കഥ പറയുകയാണ്. ഏകത നമ്മള് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതായാലും വീട്ടിൽ അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ ഏകത ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഏകത. ധനുരുദ്യമ്യ, ധനുസും ശരങ്ങളും എടുത്തുകൊണ്ട്, ഉദ്യമ്യ എടുത്തുകൊണ്ട്, ധനുരുദ്യമ്യ വിചരൻ മൃഗയാംവനെ, വിചരൻ പിന്തുടർന്ന്, മൃഗയാ എന്തിനെ വേണ്ടിയാ പോയത്? വനത്തിലേക്ക് പോയി. എന്തിന്? മൃഗ ആ വിനോദത്തിന് വേണ്ടിയിട്ട്, മൃഗയാ വിനോദത്തിനായിട്ട്. പണ്ട് രാജാക്കന്മാരെ എങ്ങനെ പോകുമായിരുന്നു. ദശരഥ മഹാരാജാവിനെ കുറിച്ച് നമ്മൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നീട് ആരെ കുറിച്ച്? പാണ്ഡുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? പോയിട്ട് ആപത്ത് പറ്റിയവരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മൃഗാനുഗത ശ്രാന്ത, മൃഗ അനുഗത ശ്രാന്ത. മൃഗം ഇവിടെ കലമാനാണ്. അപ്പൊ കലമാനുകളെ അനുഗത ശ്രാന്ത, അനുഗത എന്ന് വെച്ചാൽ പിന്തുടരുന്ന നേരത്തെ, ശ്രാന്ത എന്ന് വെച്ചാൽ ക്ഷീണിച്ച അവശനായി, ശ്രാന്ത. സുധിത തൃഷിതോസ്പൃശം, സുധിത വിശപ്പുണ്ടായി, തൃഷിത ദാഹമുണ്ടായി, വിശപ്പും ദാഹവും. ക്ഷുധിത തൃഷിതോപൃശം, പൃശം എന്ന് വെച്ചാൽ അതികഠിനമായിട്ടുള്ള, വളരെ കഠിനമായ വിശപ്പും ദാഹവും എല്ലാം തോന്നിച്ചു. തൃഷിതോപൃശം. അപ്പോഴോ ജലാശയം അജക്ഷാണ, എന്തവിടെ കണ്ടു? ജലാശയം. അജക്ഷാണ ജലാശയം കണ്ടില്ല, അന്വേഷിച്ചു കൊണ്ടുപോയി എന്നാണ്. ജലാശയം അന്വേഷിച്ചപ്പോൾ, ജലാശയം അജക്ഷാണ പ്രവിവേശതമാശ്രയം, അകത്തേക്ക് കടന്നു. നടന്ന് ഇങ്ങനെ ജലാശയം നോക്കി പോകുമ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു. ജലാശയമജക്ഷാണ പ്രവിവേശതം ആശ്രമം. അവിടെ പ്രവേശിച്ചപ്പോൾ ഒരു ആശ്രമമാണ് അവിടെ കാണുന്നത്. തം ആശ്രയം, തം ആശ്രമം, വിശ്രുതമായ ആശ്രമം കണ്ടു. ദദർശ മുനിമാസീനം, ദദർശ മുനിമാസീനം. ദദർശം എന്ന് വെച്ചാൽ കണ്ടു. മുനിം, ഒരു മുനി എന്ത് ചെയ്യുന്നു? ആസീനം ഉപവിഷ്ടനായിരിക്കുന്നു. മുനിമാസീനം എങ്ങനെ ഇരിക്കുന്നു? ശാന്തം നീലിതലോചനം. നല്ലൊരു ഭക്തന്റെ ലക്ഷണമാണ് നമ്മൾ അവിടെ കാണുന്നത്. ശാന്തമായിട്ടിരിക്കുന്നു, മീലിതലോചനത്തിലിരിക്കുന്നു. മീലിതലോചനം നയനങ്ങളെല്ലാം അടച്ച് ശാന്തമായി, യാതൊന്നുമായിട്ടും ബന്ധമില്ലാതെ ശരിക്കുള്ള ഭഗവത് സാക്ഷാത്കാരത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് പറ്റുന്നില്ല? ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. അറിയാതെ വന്നുകൊണ്ട് കുഴപ്പം പറ്റിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. എല്ലാരും ഇവര് പരക്കെ ഇങ്ങനെ ഭരത മഹാരാജുണ്ട്. പിന്നെ ഭരത മഹാരാജിനേക്കാൾ വേറെ ഒരാൾ ശരിക്കും വീണുപോയത് ആരാണ്? ഗജേന്ദ്രൻ ആരായിരുന്നു മുജന്മത്തിൽ? ആ ഗജേന്ദ്രൻ വരാൻ കാരണം എന്താണ്? രാജാവായിരുന്നു. മഹാരാജാവായിരുന്നു. മഹർഷി വന്നത് അറിഞ്ഞില്ല അല്ലേ? ആ മഹർഷി വന്നത് അറിയാതെ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങ് ഇതുപോലെ മീലിത ലോചനത്തിൽ ഒരിക്കൽ പരീക്ഷിത് മഹാരാജാവ് വനത്തിൽ മൃഗാവിനോദത്തിൽ ഏർപ്പെട്ടിരിക്കെ കലമാനികളെ പിന്തുടർന്ന് അത്യന്തം പരീക്ഷീണനായി തീരുകയും അതികഠിനമായ വിശപ്പും ദാഹവും കൊണ്ട് വരഞ്ഞ അദ്ദേഹം ജലാശയം അന്വേഷിച്ച് നടക്കവേ വിശ്രുതനായ ശമീക ഋഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ശാന്തനായി നേത്രങ്ങളടച്ച് ധ്യാനനിരതനായിരുന്ന ശമീക ഋഷിയെ അദ്ദേഹം ദർശിച്ചു. ഹരേ കൃഷ്ണ. നമുക്ക് സമയമില്ലാതെ എടുക്കാനായിട്ട് എന്തെങ്കിലും ഞാൻ എടുത്തതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 1 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. നമുക്കതിലേക്ക് പോകാനുള്ള ടൈം ഇനിയും ഇല്ല. എന്തെങ്കിലും നിങ്ങളുടേതായ അഭിപ്രായം പറയാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ പറയാം.